ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർത്തിവിടുന്ന വലിയ വിവാദമാണ് കേരള രാഷ്ട്രീയം ഈ നിമിഷം ചർച്ച ചെയ്യുന്നത്. പാർട്ടിയിൽ പരിഹാസപാത്രമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ജി സുധാകരൻ. പരിക്കേറ്റു ചികിത്സയിലായിരുന്ന തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഒരു തവണ പോലും ഫോണിൽ വിളിച്ചില്ല എന്നും കുറ്റപ്പെടുത്തൽ. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തന്നെ പരിഹസിച്ചു. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി കളിയാക്കി ചിരിച്ചുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. മനീഷ് മഹിപാൽ നമ്മളോടൊപ്പം വിവരങ്ങളുമായുണ്ട്. റാഹിസ് റഷീദ് വിവരങ്ങളുമായുണ്ട്. റാഹിസ്, ഫേസ്ബുക്കിൽ കൃത്യമായി പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം അടക്കം വീഡിയോ ക്ലിപ്പ് കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ജി സുധാകരൻ അതിനോട് പ്രതികരിക്കുന്നത്. എന്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഉറ്റ ശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ടാണ് കഴിഞ്ഞ 5 വർഷമായി ഞാൻ പാർട്ടിയിൽ തുടർന്നത്. ഒരു പ്രലോഭനത്തിനും കീഴടങ്ങിയില്ല എന്നതടക്കം പറയുന്നു. അതായത് പാർട്ടി സെക്രട്ടറിക്ക് നേരെ, അദ്ദേഹത്തിന്റെ പരിഹാസത്തിന് നേരെ, പ്രതികരണത്തിന് നേരെ വലിയ പ്രതിഷേധം അറിയിക്കുകയാണ് ജി സുധാകരൻ. ഉറപ്പായി മാധു, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സീറ്റ് കിട്ടാത്തതോ അതിൽ തന്നെ പരിഗണിക്കുന്നില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞതോ മാത്രമല്ല ജി സുധാകരൻ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ, നമ്മളൊക്കെ വർഷങ്ങളായി ചർച്ച ചെയ്തതുപോലെ, ജി സുധാകരനും പാർട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാ സീമകളും ലംഘിച്ച് ഇപ്പോൾ മുമ്പോട്ട് വന്നു. ഇതുവരെ ജി സുധാകരനെ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിൽ, വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ പാർട്ടി അംഗങ്ങളും ഉത്തരവാദിത്തപ്പെട്ട പോഷക സംഘടനാ നേതാക്കളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെയൊക്കെ തള്ളിപ്പറഞ്ഞ് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം അവരെ ഒന്നും തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ പോലും തനിക്കെതിരായ ഒരു നിലപാട് പരസ്യമായി സ്വീകരിക്കില്ല എന്നതായിരുന്നു ജി സുധാകരൻ ഇതുവരെ കരുതിയത്. പക്ഷേ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ AKG സെന്ററിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തന്നെ അവഹേളിക്കുന്ന ഉത്തരം നൽകി എന്നതാണ് പെടുന്നനെ ഇങ്ങനെ ഒരു എത്രയും പെട്ടെന്ന് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ജി സുധാകരൻ പോയത് എന്ന് വേണം കരുതണം. ഇന്ന് രാവിലെ ഇപ്പോൾ CPIM-ന്റെ, നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതായത് സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നത ബോഡിയായ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. മറ്റു പരിപാടികളെല്ലാം റദ്ദാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ അതിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് CPIM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തോട് നമ്മൾ ജി സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ല എന്ന മറുപടി പറഞ്ഞു. നമ്മൾ അവിടുത്തെ ആലപ്പുഴയിലെ നേതാവെന്ന നിലയിൽ, ആലപ്പുഴയിലെ പാർട്ടിയെ നയിക്കുന്ന ആളെന്ന നിലയിൽ ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാനോട് ചോദിച്ചു. അദ്ദേഹവും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. തോമസ് ഐസക്കിനോട് ചോദിച്ചു, അദ്ദേഹവും അകത്തേക്ക് പോയി. ഇവർ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞതെന്ന അക്കാര്യത്തിൽ വ്യക്തമാണ്. കാരണം പാർട്ടിക്ക് ജി സുധാകരനുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായി അറിയാം. പലതവണ മേൽപ്പടിയിൽ ചില ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയിരുന്നു എന്നതിനപ്പുറം ജി സുധാകരന് ഇന്ന പ്രശ്നങ്ങളാണ് പാർട്ടിയുമായിട്ടുള്ളത് എന്നറിയാത്ത ഒരു നേതാവും ആലപ്പുഴയിലില്ല. അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ജി സുധാകരന് പാർട്ടിയോടുള്ള പ്രശ്നം എന്താണ് എന്ന കാര്യത്തിൽ. പക്ഷേ അത് ഒത്തുതീർപ്പാക്കി ഒരു ചർച്ചകൾ നടത്തി ഇപ്പോൾ ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാവ് പാർട്ടി സീറ്റ് നൽകുകയാണെങ്കിൽ മത്സരിക്കാമെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യുക അദ്ദേഹവും ഈ അനുനയ ചർച്ചകൾ നടക്കുമ്പോഴും അതിൽ ഒരു തിട്ടൂരത്തിന്റെ സ്വഭാവമുണ്ട് എന്നൊരു പരിഭവം ജി സുധാകരനുണ്ടായിരുന്നു. പാർട്ടിയുമായി ചേർന്ന് പോകണം എന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശ രൂപേണ വന്നപ്പോൾ എന്നെ ഉപദേശിക്കാനായിട്ടില്ല എന്നുള്ളതായിരുന്നു ജി സുധാകരന്റെ അന്നത്തെ പ്രതികരണം. നമുക്ക് ഓർമ്മയുണ്ടല്ലോ സജി ചെറിയാനുമായുള്ള വാഗ്യുദ്ധമൊക്കെ. സജി ചെറിയാൻ അതിൽ നിന്ന് പിന്നീട് പിൻവാങ്ങിപ്പോയി, എന്റെ നേതാവാണ് എന്ന് അടക്കം പറഞ്ഞുവെങ്കിലും ആ നിലയ്ക്ക് മുന്നോട്ട് പോകാനില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ജി സുധാകരൻ. മനീഷ് മഹിപാൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനീഷ, 5 വർഷക്കാലമായി ഇത് തന്നെയാണ് താൻ നേരിടേണ്ടി വരുന്നത് പാർട്ടിയിൽ എന്നുകൂടി പറയുകയാണ് ജി സുധാകരൻ. മാധു, നിലവിൽ ജി സുധാകരന്റെ കുടുംബം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. അവർ പറയുന്നത്, ജി സുധാകരന്റെ ഭാര്യ ജൂബിലി ടീച്ചർ അറിയിക്കുന്നത് അദ്ദേഹം നാളെ ഒരു വാർത്താ സമ്മേളനം വസതിയിൽ വെച്ച് നടത്തും. പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ട് എന്നാണ് ജി സുധാകരന്റെ കുടുംബം പ്രതികരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം തങ്ങൾക്കുണ്ടായ വേട്ടയാടൽ സ്വന്തം പാർട്ടിയിൽ നിന്നും, അതും സ്വന്തം പാർട്ടിയിൽ രക്തവും ചോരയും നൽകിയ സ്വന്തം പാർട്ടിയിൽ നിന്ന് നേരിട്ട ജി സുധാകരനുണ്ടായ ബുദ്ധിമുട്ടും അദ്ദേഹത്തിനുണ്ടായ വേദനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പലതും തുറന്നു പറയാനുണ്ടെന്ന് കുടുംബം ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്.
ഇപ്പോൾ മാധ്യമപ്രവർത്തകരടക്കം ജി സുധാകരന്റെ പുന്നപ്ര പറവൂരിലെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ സംസാരിക്കുക ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈ പ്രതികരണത്തിന് ആരാഞ്ഞത്. പക്ഷേ ഇന്ന് പ്രതികരിക്കാനില്ല. നാളെ വീട്ടിൽ വെച്ച് തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് കുടുംബം അറിയിക്കുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ജില്ലാ നേതൃത്വം അടക്കം വലിയ ഗൗരവത്തിൽ കാണുന്നുണ്ട്. ഇതിനോടകം തന്നെ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജി സുധാകരനെ ഫോണിൽ ബന്ധപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആരുടെയും ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്പലപ്പുഴയിലെ നേരത്തെ MLA-യും ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള H. സലാമിനെതിരെ നിരന്തരമായി അദ്ദേഹം പല ഒളിയമ്പുകളും നടത്തിയിരുന്നു. അതായത് H. സലാം അദ്ദേഹത്തിനെതിരായി ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടത്തുന്നുവെന്നും ഒപ്പം തന്നെ H. സലാം കൊടുത്ത പരാതിയിൽ അന്ന് അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പരാതിയിലായിരുന്നു അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചതും. അന്വേഷണ കമ്മീഷനായിരുന്നു ജി സുധാകരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച H. സലാമിനെ മനഃപൂർവ്വമായി തോൽപ്പിക്കാൻ വേണ്ടി ജി സുധാകരൻ ശ്രമിച്ചു എന്നടക്കമുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ പാർട്ടി വിലക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു അദ്ദേഹം പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞ് ജില്ലാ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭിഭാഷക ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കാലിന് പരിക്കേറ്റ സമയത്ത് മാത്രം ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ മാത്രമാണ് അദ്ദേഹം വിട്ടുനിന്നത്. ബാക്കി എല്ലാ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും കൃത്യമായി എല്ലാ വർഷവും ലെവി അടയ്ക്കുകയും ചെയ്ത അദ്ദേഹം ഇത്തവണ മാത്രം ബ്രാഞ്ച് സെക്രട്ടറി വീട്ടിലെത്തിയിട്ടും ബ്രാഞ്ച് സ്ക്രൂട്ടണിയും ലോക്കൽ സ്ക്രൂട്ടണിയും ഏരിയ സ്ക്രൂട്ടണിയും നടന്ന് ജില്ലാ സ്ക്രൂട്ടണിയിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറായില്ല എന്നത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനവും നിലപാടും മാറുകയാണ്. പക്ഷേ പ്രതിരോധത്തിലാകുന്നത് പാർട്ടിയാണ്. മനീഷ, ഈ നേതാക്കളിൽ നിന്ന് മാത്രമല്ലല്ലോ കടുത്ത സൈബർ ആക്രമണം തനിക്കെതിരെ ഉണ്ടാകുന്നു. അത് ആരിൽ നിന്നൊക്കെയാണെന്ന് തനിക്കറിയാം. അതിന് പരിഹാരമുണ്ടാക്കാൻ പാർട്ടി നേതാക്കൾ ശ്രമിക്കുന്നില്ല. പകരം പ്രോത്സാഹനം എന്നൊക്കെ നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരിഭവം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാധു, അതെ, നേതാക്കൾ മാത്രമല്ല, നമുക്കറിയാം SFIയുടെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയാണ് ജി സുധാകരൻ. പക്ഷേ SFI നേതാക്കളടക്കം ജി സുധാകരനെ ആക്ഷേപിച്ചുകൊണ്ട് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് മറുകവിതയായി പരിഹാസ രൂപേണ കവിത ഇട്ടപ്പോഴും ഒക്കെ തന്നെ പല കുറി പാർട്ടിക്ക് പരാതി നൽകിയപ്പോഴും ജി സുധാകരന്റെ പരാതി ഗൗരവത്തിലെടുക്കാൻ പാർട്ടി തയ്യാറായില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കുറി അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പരാതി നൽകിയിരുന്നു. ഇതിലൊക്കെ തന്നെ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. അതുകൊണ്ടാണ് നാളെ മാധ്യമങ്ങളെ കാണാം എന്ന രീതിയിലേക്ക് നിലപാടിലേക്ക് കുടുംബം എത്തുന്നത്. നാളെ എന്താണെങ്കിലും അദ്ദേഹത്തെ പുന്നപ്ര പറവൂരിലെ വസതിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. ഇതിനോടകം തന്നെ പല അഭ്യൂഹങ്ങളും പക്ഷേ നിലവിൽ വരുന്നുണ്ട്. അദ്ദേഹം മറുപാളയത്തിലേക്ക് വരും, UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അമ്പലപ്പുഴയിൽ മത്സരിക്കും. പക്ഷേ അത്തരം വാർത്തകൾക്കൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. പക്ഷേ പാർട്ടിയുമായി ഉണ്ടായിരുന്ന ബന്ധം സാങ്കേതികമായി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറുന്നത് ഒഴിവാകുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇനിയും ദിവസങ്ങളുണ്ട്. ജില്ലാ സ്ക്രൂട്ടിനി അവസാനിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട്. അതിനു മുൻപേ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയാൽ അദ്ദേഹത്തിന് പാർട്ടി മെമ്പറായി തന്നെ തുടരാം. പക്ഷേ ആ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു മാറ്റം ഈ മെമ്പർഷിപ്പ് പുതുക്കാനുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുമോ? കാരണം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം അദ്ദേഹത്തിനെ വീട്ടിലെത്തിക്കാൻ ബുദ്ധിമുട്ടിച്ച് പാർട്ടിയിൽ തുടരാനില്ല എന്ന് ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയാണ് ജി സുധാകരൻ. 63 വർഷത്തെ പാർട്ടി അംഗത്വം ഇനി പുതുക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ജി സുധാകരൻ നടത്തിയത്. അതൊരു വാർത്താ സമ്മേളനത്തിൽ കൂടി പോലുമല്ല എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ തനിക്കെതിരായ പരിഹാസം അദ്ദേഹത്തിന് വലിയ മനക്ലേശം ഉണ്ടാക്കിയിരിക്കുന്നു. ആ ക്ലിപ്പ് അടക്കം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നത്. ഇനി പാർട്ടി അംഗത്വം പുതുക്കാനില്ല എന്ന്.